ഹായ് ഗൈസ്, എല്ലാവർക്കും ഡെബീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഫ്ലട്ടർ മലയാളം കോഴ്സിലെ 14ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സിനെ പറ്റിയായിരിക്കും മെയിനായിട്ട് പഠിക്കുക. അത് കൂടാതെ നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയും പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് ഈ ക്ലാസ്സും ഒബ്ജക്റ്റും എന്നൊക്കെ പറയുന്നത്? അപ്പം ക്ലാസ്സസും ഒബ്ജക്റ്റും പറയുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഡാർട്ട് എങ്ങനെയുള്ള ഒരു ലാംഗ്വേജ് ആണ് കാണാം. അപ്പം ഡാർട്ട് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ്. അതായത് റിയൽ ലൈഫിലുള്ള എൻറ്റിറ്റീസ്, ഇപ്പം എന്തും ആയിക്കോട്ടെ, നമുക്കൊരു റിയൽ ലൈഫ് ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം എന്താ പറയുക, ഒരു ആൾ, ആ ആൾക്കൊരു പേര് കാണും, ഒരു ഏജ് കാണും, അല്ലെങ്കിൽ ഒരു പക്ഷി എടുക്കുകയാണെങ്കിൽ ആ പക്ഷിക്കൊരു കളർ കാണും, അതിന് ഇത്രയും അത് പറക്കാൻ പറ്റുന്ന പക്ഷിയായിരിക്കാം, സംസാരിക്കാൻ പറ്റുന്ന പക്ഷിയായിരിക്കാം, അങ്ങനെ പല പല പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ. അപ്പം ഇതെല്ലാം നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നമ്മുടെ ക്ലാസ്സസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിങ്ങിലോട്ട് ഈ റിയൽ ലൈഫ് എൻറ്റിറ്റീസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ ക്ലാസ്സസ് ഒക്കെ ഉപയോഗിക്കുന്നത്, ക്ലാസ്സസ് ഒബ്ജക്ട്സും. ഓക്കെ, അപ്പം ക്ലാസ്സിൻ്റെ ബേസിക് ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിൻ്റ് ആണ്. ഒബ്ജക്റ്റിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് കാണാം. അപ്പം നമ്മൾ ക്ലാസ് എഴുതുമ്പം വോയിഡ് മെയിനകത്തായിരിക്കില്ല എഴുതുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പുറത്ത് വോയിഡ് മെയിൻ എന്ന് പറഞ്ഞ മെയിൻ ഫംഗ്ഷന് പുറത്തായിരിക്കും നമ്മൾ ക്ലാസ്സസ് എഴുതും. അപ്പം അതിന് മുമ്പായിട്ടായിരിക്കും ഞാൻ എഴുതുന്നത്. അപ്പം ആദ്യം നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞ കീവേഡ് എഴുതണം. കീവേഡ് എന്ന് പറയുന്നത് ഈ റിസർവ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും. അപ്പം ആ വേർഡ്സ് നമുക്ക് വേറെ ഒരു പേർപ്പസിനും ഉപയോഗിക്കാൻ പറ്റില്ല. ആ കീവേഡ് എന്തിനുള്ള ഏത് പേർപ്പസിനാണോ ഉപയോഗിക്കുന്നത് അതിന് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കൊരു പേര് കൊടുക്കാം ക്ലാസ്സിന്. അപ്പം ക്ലാസ്സിൻ്റെ പേര് കൊടുക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കുക, ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആക്കണം. അപ്പം ഞാൻ ഇവിടെ ബേർഡ് എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഒരു കേളി ബ്രേസസ് ഇടും. അപ്പം ഇതാണ് ഒരു ക്ലാസ്സിൻ്റെ എന്താ പറയുക ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ, സിൻടാക്സ്. അപ്പം ഇതിനകത്ത് നമുക്ക് ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനുള്ള എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് അവിടെ എഴുതി വെക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ബേർഡ് എടുക്കുകയാണെങ്കിൽ ബേർഡിന് വിങ്സ് കാണും, അതുപോലെ എന്താ പറയുക ഒരു കളർ കാണും, ഒരു പ്രത്യേകതരം ബീക്ക് ആയിരിക്കും. അപ്പം അതൊക്കെ നമുക്കിവിടെ എഴുതാം. ഓക്കെ, അപ്പം അത് നമ്മൾ ക്ലാസ്സിൽ എഴുതാൻ പോവാം. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ വേരിയബിൾസ് അല്ലെങ്കിൽ ഡേറ്റ ഫീൽഡ്സ് എഴുതാം. ഓക്കെ, ആദ്യം ബേർഡിന് എന്തൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു 2 അല്ലെങ്കിൽ 3 ക്ലോസ് ഒക്കെ ആയിരിക്കും. അപ്പം ഞാൻ ഇവിടെ ഇൻറ്റ് ക്ലോസ്, ആ ബേർഡിൻ്റെ നഖങ്ങൾ, അപ്പം അത് ഈക്വൽ ടു 3 എന്ന് കൊടുക്കുക. ഓക്കെ, അതുപോലെ എനിക്ക് ഒരു ഫംഗ്ഷൻ എഴുതാം. ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് വിട്ട് എഴുതാം. അപ്പം ഞാനൊരു ഫംഗ്ഷൻ എഴുതാം, വോയിഡ് ഫ്ലൈ. ബേർഡ്സ് എല്ലാം ജനറലായിട്ട് നമുക്ക് അറിയാം പറക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വോയിഡ് ഫ്ലൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമുക്ക് എഴുതാം. അപ്പോൾ അതിനകത്ത് ഞാൻ എഴുതുക പ്രിന്റ് ബേർഡ്സ് ഫ്ലൈ. ഓക്കെ, അപ്പം ഇതാണ് ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് പല ഫംഗ്ഷൻസും പല പ്രോപ്പർട്ടീസും നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഒരു ക്ലാസ് എങ്ങനെ എഴുതുന്നത് കണ്ടു. ഇനി ഈ ക്ലാസ്സിൽ നമുക്കറിയാം നമ്മുടെ പ്രോഗ്രാം എപ്പോഴും തുടങ്ങുന്നത് മെയിൻ ഫംഗ്ഷനകത്ത്. അപ്പോൾ ഈ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ എങ്ങനെ ആ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യും, അതെങ്ങനെ സംഭവിക്കും. അപ്പം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് ആണ്. അപ്പം ആ ക്ലാസ്സിൽ എന്തൊക്കെ എന്താ പറയുക വേരിയബിൾസ് ഉണ്ടോ, ഡേറ്റ ഫീൽഡ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഉണ്ടോ, അതെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻലി ഒബ്ജക്ട്സ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് കാണാം, അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് ആദ്യം കാണാം. അപ്പം ഇവിടെ നമ്മൾ ആദ്യം എഴുതേണ്ടത് നമ്മൾ ഏത് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പം നമ്മളിവിടെ ബേർഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം ആ ക്ലാസ്സിൻ്റെ പേര് എഴുതണം, അതുപോലെ എഴുതണം. അപ്പം ബേർഡ്, അത് കഴിഞ്ഞ് നമുക്കൊരു വേരിയബിൾ കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. അപ്പം ഇങ്ങനെ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും കീവേഡ് ഉപയോഗിക്കാതിരിക്കുക പേരിന്. ഓക്കെ, അപ്പോൾ ബി ഈസ് ഈക്വൽ ടു ബേർഡ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു ക്ലാസ് ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ആദ്യം നമ്മൾ ഏത് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ക്ലാസ്സിൻ്റെ പേര് എഴുതുക, അത് കഴിഞ്ഞൊരു വേരിയബിൾ കൊടുക്കുക, എന്നിട്ട് ആ ക്ലാസ് ഒരു ഫംഗ്ഷൻ ആയിട്ടും കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ബേർഡ് എന്ന് പറഞ്ഞാൽ ക്ലാസ് നമുക്ക് ആക്സസ് ആയി. ഇനി അതിലുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ക്ലോസ് ഈക്വൽ ടു 3 എന്ന് ബേർഡിലുണ്ട്. അപ്പം ഞാനാണെങ്കിൽ പ്രിന്റ് ചെയ്യുക. അപ്പോൾ പ്രിന്റ്, അപ്പോൾ എനിക്ക് ഓരോ തവണയും ആ ക്ലാസ്സിൽ അങ്ങ് പോകണ്ട, എനിക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ ബി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ എഴുതാം ബി ഡോട്ട്, കണ്ടോ എനിക്ക് അപ്പം തന്നെ വന്നു ക്ലോസ് എന്ന് പറഞ്ഞ് വന്നു, കാരണം നേരത്തെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പം ബി ഡോട്ട് ക്ലോസ് എന്ന് കൊടുത്താൽ നമുക്ക് കാണാം ആ ക്ലാസ്സിൽ ക്ലോസിന്റെ വാല്യൂ എത്രയാണ് അത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അതുപോലെ
ഇത് എന്താ ബി ഡോട്ട് ക്ലോസ് മാത്രമേ ആയുള്ളൂ, അതായത് വേരിയബിൾ അല്ലെങ്കിൽ ഡേറ്റ ഫീൽഡ് മാത്രമേ ആയുള്ളൂ. ഇനി അതിലെ ഫംഗ്ഷൻസ് നമുക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പം എന്താ ഇവിടെ കണ്ടോ വോയിഡ് ഫ്ലൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അതിവിടെ പ്രിന്റ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പം അത് ആക്സസ് ചെയ്താൽ ആ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം എങ്ങനെ വരുന്നത്. അപ്പം ബി ഡോട്ട് എന്താ ഇവിടെ ഫ്ലൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കൊടുത്ത അവിടെ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് എൻ്റർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് സെമിക്കോളൻ ഇടാം. ഇനി ഞാൻ ഒന്ന് റൺ ചെയ്യുവാണെങ്കിൽ കണ്ടോ ബേർഡ് ഫ്ലൈ എന്ന് പറഞ്ഞ് വന്നു. അതായത് ആദ്യം മെയിനിലോട്ട് കയറി ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ക്ലാസ്, അതായത് ഈ ബേർഡ് എന്ന് പറഞ്ഞ ക്ലാസ് എന്താ പറയുക മെമ്മറിയിൽ ഒരു അതിൻ്റെ ബ്ലൂ പ്രിന്റ് നമുക്ക് കിട്ടി. ആ ക്ലാസ് നമ്മൾ നോക്കും ഈ ബേർഡ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ബേർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് എക്സിക്യൂട്ട് ആവും. ഇത് എക്സിക്യൂട്ട് ആകുമ്പോൾ നമുക്കൊരു ബ്ലൂ പ്രിന്റ് കിട്ടി. ഓക്കെ, ബേർഡിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് കിട്ടി. എന്നിട്ട് എന്താ നമ്മൾ തിരിച്ച് അടുത്ത് ഇങ്ങോട്ട് വരും. ബി ഡോട്ട് ഫ്ലൈ, നമുക്ക് ബിയിലുള്ള അതായത് ഈ ബേർഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ള ഫ്ലൈ എന്ന് പറഞ്ഞ ഫംഗ്ഷനെയാണ് ആക്സസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ആക്സസ് ചെയ്യുമ്പം ഈ ഫ്ലൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നോക്കും, ബേർഡ് എന്ന് പറഞ്ഞ ക്ലാസ്. അപ്പോൾ ഇതാണ് ബേർഡ് എന്ന് പറഞ്ഞ ക്ലാസ്, അതിലെ ഫംഗ്ഷൻ ഏതാന്ന് നോക്കും ഫ്ലൈ. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതുകൊണ്ടാണ് നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആക്സസ് ചെയ്യാനാണ് ഈ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് എന്താ പറയുക നമ്മളിപ്പോൾ ഫ്ലട്ടർ ഒക്കെ ഉപയോഗിക്കുന്ന കേസിലാണെങ്കിൽ ഒരുപാട് ഇൻബിൽട്ട് ആയിട്ടുള്ള കുറേ ക്ലാസ്സസ് കാണും. അപ്പോൾ ആ ക്ലാസ്സസിലുള്ള പ്രോപ്പർട്ടീസ് വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഫംഗ്ഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് അത് ആ ക്ലാസ് മൊത്തം നമ്മൾ കാണണമെന്നില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വേറൊരു ഊപ്സിൻ്റെ തന്നെ വേറൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്യേണ്ടി വരും. അതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. അപ്പം ഞാൻ ഇവിടെ നമ്മൾ ബേർഡിനെ പറ്റി പറഞ്ഞു. അപ്പം ഞാൻ വേറൊരു ക്ലാസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലാസ് ആദ്യം ക്ലാസ് നെയിം, ആദ്യം ക്ലാസ് എന്ന് പറഞ്ഞ കീവേഡ്, അത് കഴിഞ്ഞ് ക്ലാസ് നെയിം, ഞാൻ ഇവിടെ പാരറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ഈ പാരറ്റിന് സംസാരിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. അപ്പം ഞാൻ അവിടെ ഒരു വോയിഡ് സ്പീക്ക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് ഞാൻ പ്രിന്റ് ചെയ്യുക. പ്രിന്റ് പാരറ്റ്സ് സ്പീക്ക്. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ നമ്മൾ ഒന്നും സംഭവിച്ചില്ല, ഒരു വെറുതെ ഒരു ക്ലാസ് ഉണ്ടാക്കിയുള്ളൂ. അപ്പം ഞാൻ ഇത് ബേർഡിന്റെ കീഴിലുള്ള ക്ലാസ് ആണെന്ന് അറിയാൻ വേണ്ടി അവിടെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുക. നമ്മൾ ബേസിക്കലി ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക നമ്മുടെ അച്ഛനമ്മമാരുടെയൊക്കെ കുറേ അല്ലെങ്കിൽ നമ്മൾ ജനിക്കുമ്പോഴൊക്കെ ആൾക്കാർ എല്ലാവരും പറയില്ലേ ഈ കുട്ടിക്ക് അച്ഛൻ്റെ മുഖം അല്ലെങ്കിൽ ഈ കുട്ടിക്ക് അമ്മയുടെ കണ്ണ അങ്ങനെയൊക്കെ. അതായത് അച്ഛൻ്റെ അമ്മയുടെ കുറേ പ്രോപ്പർട്ടീസ് നമുക്ക് കുട്ടിയായിട്ട് കിട്ടി. ഓക്കെ, അപ്പം ഈ പാരറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ഈ ബേർഡിന്റെ എന്താ പറയാ ബേർഡ് എന്ന് പറഞ്ഞ പാരന്റിന്റെ കുഞ്ഞാണെന്ന് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ചൈൽഡ് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിക്കും. അപ്പൊ അത് നമ്മളിവിടെ കാണിക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ ഒരു കീവേഡ് യൂസ് ചെയ്യും. എക്സ്റ്റെൻസ് ബേർഡ്, ഏത് ക്ലാസ്സിലാണോ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുക, ഈ പാരറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് അതാണ് ചൈൽഡ് ക്ലാസ്. ബേർഡ് എന്ന് പറഞ്ഞാൽ പാരന്റിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പ്രോപ്പർട്ടീസ് എടുക്കും. ആ പ്രോപ്പർട്ടീസ് എല്ലാം ചൈൽഡിനും അതായത് പാരറ്റിനും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ എനിക്ക് ഇവിടെ കണ്ടോ ഫ്ലൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, അത് ബേർഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിനാണ്. പക്ഷേ പാരറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് സ്പീക്ക് എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇവിടെ മെയിൻ ഫംഗ്ഷനിൽ പാരറ്റിന്റെ ഒബ്ജക്റ്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പാരറ്റ് ക്ലാസ് നെയിം, ആദ്യം ക്ലാസ് നെയിം, അത് കഴിഞ്ഞ് പി ഒരു വേരിയബിൾ, ഇഷ്ടമുള്ള വേരിയബിൾ കൊടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ക്ലാസ് നെയിം കൊടുത്തിട്ട് ഒരു സാധാ ബ്രാക്കറ്റ് ഇടാം. നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതായത് പാരറ്റിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എന്താ നമ്മൾ ഈ പാരറ്റിന്ന് നമ്മൾ ഫ്ലൈ എന്താ പറയുക നമ്മൾ ബേർഡ് ക്ലാസ്സിലെ ഫ്ലൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ പി ഡോട്ട് ഫ്ലൈ. ഓക്കെ, അപ്പം ഞാൻ ഇതൊന്ന് റൺ ചെയ്യുക. കണ്ടോ നമുക്ക് ആ സെയിം ഫംഗ്ഷൻ തന്നെ അവിടെ കിട്ടി, സെയിം ആയിട്ട് തന്നെ പ്രിന്റ് ചെയ്ത് വന്നു. അതായത് എന്താ ഇവിടെ നമ്മൾ സംഭവിച്ച ആദ്യം പാരറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ പാരറ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എന്താ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാരറ്റ് ക്ലാസ് ഇവിടെ നോക്കും. അപ്പോൾ ഇവിടെ പാരറ്റ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അവിടെ എന്താ പറയുന്നത് പാരറ്റ് എക്സ്റ്റെൻസ് ബേർഡ്. അപ്പോൾ ഈ ബേർഡ് എവിടെയാണെന്ന് പിന്നെ നോക്കും. അപ്പോൾ നമുക്ക് കാണാം ബേർഡ് എന്ന് പറയുന്നത് ഇവിടെ മേളിലായിട്ട് വരും. അപ്പോൾ ഈ ബേർഡിലുള്ള എല്ലാ പ്രോപ്പർട്ടീസ്, അതായത് ബേർഡിലുള്ള ക്ലോസ്, അതുപോലെ ഫംഗ്ഷൻസ്, എല്ലാ ഫംഗ്ഷൻസും എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഈ പാരറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിലോട്ട് കിട്ടും. ഓക്കെ, എന്നിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ആ പാരറ്റിൻ്റെതായിട്ടുള്ള കുറേ പ്രത്യേകമായിട്ടുള്ള പ്രോപ്പർട്ടീസും ഫംഗ്ഷൻസും നമുക്ക് പാരറ്റ് ക്ലാസ്സിനകത്ത് കൊടുക്കാം. നമുക്ക് അതിനകത്ത് നമ്മൾ പാരറ്റിനകത്ത് കൊടുത്ത സ്പീക്ക് ഫംഗ്ഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ പി ഡോട്ട് സ്പീക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ,
എന്നിട്ട് ഞാൻ റൺ ചെയ്യണം. കണ്ടോ, എനിക്ക് ആ 2 ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റി. അതായത് നമുക്കിപ്പം നമ്മൾ ഫ്ലട്ടറിലൊക്കെ വരുമ്പം അവിടെ കുറേ ബിൽറ്റ് ഇൻ ക്ലാസ്സസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ എക്സ്റ്റെൻഡ്, അതായത് ഇൻഹെറിറ്റ് ചെയ്യുവാണെങ്കിൽ ആ ക്ലാസ്സസിലുള്ള ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കിപ്പം ഇവിടെ ഇപ്പോൾ വേറൊരു വേർഡ് പറയുമോ ഞാൻ, ക്ലാസ് ഓസ്ട്രിച്ച്. ഓക്കെ, അതും ഒരു വേർഡാണ്. അപ്പം നമുക്ക് എക്സ്റ്റെൻസ് വേർഡ് എന്ന് കൊടുക്കാം. വേർഡിന്റെ എല്ലാ പ്രോപ്പർട്ടിയും ഓസ്ട്രിച്ചിനും ഉണ്ട്. ഓക്കെ, അപ്പം ഓസ്ട്രിച്ചിലുള്ള പ്രശ്നം എന്താണ്? ഓസ്ട്രിച്ചിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അറിയാം, ഓസ്ട്രിച്ച് ഒരു ഫ്ലൈറ്റ്ലെസ് ബേർഡാണ്. അപ്പം നമ്മൾ എന്താ, നേരത്തെ നമ്മൾ ഈ ബേർഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ബേർഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഫ്ലൈ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൽ ഫ്ലൈ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഓസ്ട്രിച്ച് നമുക്ക് ഫ്ലൈ ചെയ്യത്തില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ ഓവർ റൈഡ് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്യും. അപ്പൊ അത് എഴുതുന്ന ഇങ്ങനെയാണ്, അറ്റ് ഓവർ റൈഡ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഞാൻ ഫ്ലൈ എന്ന് പറഞ്ഞ വോയിഡ് ഫ്ലൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതുക. അതേ ഫംഗ്ഷൻ പേരാണ്, അതേ പാരാമീറ്റർ, അതേ ഫംഗ്ഷൻ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനകത്ത് പ്രിന്റ് ഓസ്ട്രിച്ച് ഡസ് നോട്ട് ഫ്ലൈ. ഓക്കെ, എന്നിട്ട് ഞാൻ മെയിൻ മെത്തേഡില് ഓസ്ട്രിച്ചിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ഓക്കെ, ഓസ്ട്രിച്ച് O is equal to ostrich, എന്നിട്ട് O dot fly കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എന്താ പ്രിന്റ് ചെയ്യുന്നത് നോക്കാം. കണ്ടോ, നമുക്കറിയാം നമ്മൾ ബേർഡില് ഫ്ലൈ കൊടുത്തില്ല. നമ്മളിപ്പം എന്താ പറയാ, നേരത്തെ പി എന്ന് പറഞ്ഞ പാരറ്റിന് പി ഡോട്ട് ഫ്ലൈ കൊടുത്തപ്പം അതിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ബേർഡിൽ നിന്നാണ് നമ്മൾ എടുത്തത്. പക്ഷെ അതേസമയത്ത് ഓസ്ട്രിച്ച് വരുമ്പോൾ ഓസ്ട്രിച്ചിനകത്ത് തന്നെ നമ്മൾ ഫ്ലൈ എന്ന് പറഞ്ഞ വേറൊരു ഫംഗ്ഷൻ കൊടുത്തു. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നേരത്തെ ഫംഗ്ഷൻ അതുപോലെ എഴുതിയാൽ നമ്മൾ ഓവർ റൈഡ് ചെയ്യുക ചെയ്യുക. അതായത് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാതെ നമ്മൾ ഇപ്പോഴുള്ള എന്താ കുട്ടി ക്ലാസ്സിലുള്ള ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ആവുന്നത്. ഓക്കെ, അപ്പം മുകളിലത്തെ ബേർഡ്, അതായത് പാരന്റ് ക്ലാസ്സിലെ ഫംഗ്ഷൻ നമ്മൾ ഒട്ടും നോക്കത്തില്ല. ഓക്കെ, അപ്പം അതാണ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചെന്നും വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ഫ്ലട്ടർ മലയാളം കോഴ്സിലെ ഇനിയും വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഇടാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ ഇടാം. അപ്പം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ. അപ്പം ഫ്ലട്ടർ മലയാളം കോഴ്സിലെ ഡാർട്ട് വീഡിയോസിൻ്റെ ലിസ്റ്റ് ഓൾമോസ്റ്റ് തീരാറായി. അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ ഫ്ലട്ടറിൻ്റെ ഇൻസ്റ്റലേഷൻ തൊട്ടായിരിക്കും തുടങ്ങുന്നത്. പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും വീഡിയോസ് ഉണ്ടാക്കുന്നത് ഡാർട്ടിലുള്ള. ഓക്കെ, ഓരോ സെക്ഷൻ വൈസ് ആയിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം എല്ലാവരും ഈ വീഡിയോസ് എല്ലാം തീർച്ചയായും ഡാർട്ടിലെ വീഡിയോസ് എല്ലാം കാണുക. അപ്പം അത് ബേസ് ചെയ്തായിരിക്കും നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചും കൂടെ പഠിച്ചുകൊണ്ട് പോകും. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്ദി, ബൈ.